ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആടേലൊരു മറ്റുമില്ല ഇനിയും കാലമില്ല കാത്തിരിക്കാനാകും. ഏതാനും മാസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ആളിപ്പടരുന്ന വേടൻ എന്ന യുവാവ് ആരാണ്? മറ്റൊരു കലാകാരനിലും കാണാത്ത എന്ത് പ്രത്യേകതയാണ് വേടൻ എന്ന യുവാവിൽ കേരളത്തിലുള്ളവർ കണ്ടത്? വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ വിവേചനം അനുഭവിച്ച ആളാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ. ലോട്ടറി കച്ചവടക്കാരനായ മുരളിക്കും ശ്രീലങ്കക്കാരിയായ യുവതിക്കും ജനിച്ച 3 മക്കളിൽ രണ്ടാമത്തെ പുത്രനാണ് ഹിരൺദാസ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സ്വപ്നഭൂമി എന്ന കോളനിയിലാണ് വേടൻ ജനിച്ചത്. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന മ്യൂസിക് വീഡിയോയിലൂടെയാണ് വേടൻ ശ്രദ്ധേയനാകുന്നത്. ആദ്യ വീഡിയോ പുറത്തിറക്കിയത് 25-ാം വയസ്സിൽ. ആദ്യ വീഡിയോ തന്നെ സംഗീതപ്രേമികൾ ഏറ്റെടുത്തു. വിദ്യാഭ്യാസത്തിനു ശേഷം നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തിരുന്ന വേടൻ എഡിറ്റർ ബി അജിത് കുമാറിന്റെ സ്റ്റുഡിയോ ബോയായി പ്രവർത്തിച്ചിരുന്നു. അമേരിക്കൻ റാപ്പറായ ടൂപാക് ഷാക്കൂറിൽ നിന്ന് പ്രചോദിതനായാണ് റാപ്പ് രംഗത്തേക്ക് എത്തുന്നത്. ന്യൂജൻ തലമുറയ്ക്ക് പാട്ടിനൊപ്പം രാഷ്ട്രീയവും കൂടി പകർന്നു നൽകുന്നുവെന്നാണ് വേടന്റെ സംഗീതത്തെ ആളുകൾ വിശേഷിപ്പിച്ചിരുന്നത്. ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ലെന്ന് പകുതി പറയുകയും പാടുകയും ചെയ്ത വേടനെ പുതിയ തലമുറ വളരെ പെട്ടെന്നാണ് ഏറ്റെടുത്തത്. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വേടന്റെ പാട്ട് കേൾക്കാൻ നിറഞ്ഞു കവിഞ്ഞ സദസ്സിനെ കുറിച്ചുള്ള ചർച്ചയുടെ ചൂടടങ്ങും മുൻപാണ് ഗായകൻ കഞ്ചാവ് കേസിൽ പിടിയിലാവുന്നത്. 2021 പുറത്തിറങ്ങിയ നായാട്ട്, 2023 പുറത്തിറങ്ങിയ കരം, മഞ്ഞുമൽ ബോയ്സ് എന്നിവയിലെ പാട്ടുകൾ ശ്രദ്ധേയമായി. എന്നാൽ ഇതിനിടയിൽ വേടനെതിരെ ലൈംഗികാരോപണവും ഉയർന്നുവന്നു. വുമൺ അഗെയിൻസ്റ്റ് സെക്ഷൽ ഹാരാസ്മെന്റ് എന്ന കൂട്ടായ്മ വഴിയാണ് ഏതാനും സ്ത്രീകൾ വേടനെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. മദ്യലഹരിയിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ നിർബന്ധിച്ചുവെന്നും പീഡിപ്പിച്ചുവെന്നുമായിരുന്നു ആരോപണം. സുഹൃത്ത് വലയത്തിലെ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് നുണ പ്രചരിപ്പിച്ചുവെന്നും ആരോപണമുണ്ടായി. എങ്കിലും ഹിരൺ മുരളി എന്ന വേടൻ സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടരുകയാണ്. പക്ഷേ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇപ്പോൾ കിട്ടുന്ന ഈ സ്വീകാര്യത മുന്നോട്ടു പോകുമ്പോഴും കിട്ടുമോ എന്ന് കണ്ടറിയണം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടങ്ങളും ദേശവിരുദ്ധതയും ലക്ഷ്യമുള്ള ചിലരുടെ ഉപകരണമായി ഈ യുവാവ് മാറാതിരിക്കട്ടെ.